ഈ എലവേഷൻ അല്ലെങ്കിൽ ഒലുവ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഹദീസിന്റെ കിതാബുകളിലൊക്കെ നോക്കുമ്പോൾ എന്ത് കാണും? പിന്നെ ലബുത്താവണം, ഹിഫ്ലു ആവണം, സിഖത്താവണം, ഇങ്ങനത്തെ ഒരുപാട് ചർച്ചകൾ കാണും. കുറെ ഷർത്തുകൾ ഉണ്ടാവുമല്ലോ, ലബുത്ത് അനുസരിച്ചുള്ളത് ഉണ്ടാവും, പിന്നെ അദാലത്ത് അനുസരിച്ചുള്ള ഷർത്തുകളും കാണും. അപ്പോ പക്ഷെ എന്താവുണ്ട്, ഈ ഒരു പോസ്റ്റ് കാനിക്കൽ പീരീഡ് ആവുന്നതോട് കൂടി എന്താവുണ്ട്, ഈ ഷർത്തുകൾ വേണ്ടെന്നല്ല, ഇത് മൊത്തം ചർച്ചയിൽ നിന്ന് തന്നെ മാറുന്നുണ്ട്. അതിന് പകരം വേറെ ഷർത്തുകളാണ് വരുന്നത്. വേറെ ഷർത്തുകളാണെന്ന് പറഞ്ഞാല് പിന്നെ ഈ സമാഅത്ത് ഉണ്ടാവും. സമാഅത്ത് പറഞ്ഞ ഓഡിഷൻ നോട്ടീസസ്. നമ്മളിപ്പോ ക്ലാസ്സിൽ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളതിന്റെ രജിസ്റ്റർ ഉണ്ടാവൂലേ, അതിന്റെ സ്ഥാനത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് അൽ മജാലിസ് സമാഅത്ത് ദിമഷ്ഖിയ്യ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു എഡിറ്റഡ് ആയിട്ടുള്ള ഒരു യാസിൻ മുഹമ്മദ് സവാസ്, പിന്നെ 2 ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പബ്ലിഷ് ചെയ്തതാണ്. അങ്ങനെ ഒരു കളക്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് PDF ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ അത് കാണിക്കണം എന്ന് കരുതിയിരുന്നു, പിന്നെ ലാസ്റ്റ് ടൈമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കിയതാണ്. അപ്പോ അതിൽ സംഭവം എന്താ വെച്ചാല്, ഒരു ഹദീസ് ഇവിടെ നമ്മൾ ഇനി എന്തൊക്കെ മാറണം, അല്ലെങ്കിൽ ഓറൽ ഹദീസ് ട്രാൻസ്മിഷൻ ഇതുവരെ ഈ ക്യാനലിൽ നിന്ന് എന്താ വായിച്ചു കൊടുക്കുക. പല രീതിയിൽ ഹദീസിന്റെ അദാവുകൾ പല രീതിയിൽ ഉണ്ടായിരുന്നു. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതി, ട്രാൻസ്മിഷന്റെ എവല്യൂഷനും അതിനെ കുറിച്ച് ചെറിയ രീതിയിൽ സംസാരിച്ചു. ഇനി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വ്യത്യസ്ത രീതികൾ വരുന്നുണ്ട്. അതിൽ ചിലത് വളരെ പ്രധാനമാവുന്നുണ്ട്, അല്ലെങ്കിൽ അത് മാത്രമാവുന്നുണ്ട് ചില കാലഘട്ടങ്ങളിൽ. അപ്പൊ ഈ ഒരു ടൈമിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ അതുവഴി ഈ സിഖത്ത് ഇങ്ങനത്തെ കുറെ ചർച്ചകൾ ഉണ്ടായി, ലബുത്വാണോ സിഹത്വാണോ, അതൊക്കെ മാറിയിട്ട് എന്താ വേണ്ടി, ഈ രജിസ്റ്റർ ഉണ്ടല്ലോ, ഈ ആൾക്കാരെ പേര് നോട്ട് ചെയ്തിട്ടുള്ള രജിസ്റ്റർ, അതെന്തായാൽ മതി, അത് റിലയബിൾ ആയാൽ മതി എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് മാറി. എന്ന് പറഞ്ഞാല് ഈ ആളിതിൽ റെലവെന്റേ അല്ല, ഈ ഒരു ഇവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്തുള്ള സമാഅത്ത് എന്ന് പറയാം, സമാഅത്ത്. അപ്പൊ ഈ സമാഅത്ത് ഒതന്റിക് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താവും, ഒതന്റിസിറ്റി കിട്ടും. ആ ഒരു രീതിയിലേക്ക് ചർച്ച മാറുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ഇത്ര റിഗറസ് ആയിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ഒരു നഖ്ദുൽ ഹദീസിന്റെ ഇത് മൊത്തം മാറുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ നഖദ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവുക, ഒരാളെ കുറ്റം പറയുക, ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വൈഫാക്കാൽ അയാൾക്ക് ഇങ്ങനെ, കാരണം അതൊരു നെറൂറത്തിന് വേണ്ടി വെച്ചായിരുന്നു ഈ ഒരു അങ്ങനെ പറ്റും എന്നുള്ളത്. കാരണം അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എപ്പിസ്റ്റമോളജിക്കൽ ഫംഗ്ഷൻ ഉണ്ട്. പക്ഷെ അത് മാറുന്നതോടുകൂടി എന്തായി, അങ്ങനത്തെ ഒരു ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ബാക്ക് ബീറ്റ് ഈബത്തും നമീമത്തും പറയുന്ന ഇതിന്റെ സ്ഥാനത്താണ് എന്നുള്ള രീതിയിൽ പിൽക്കാലത്ത് മുഹദ്ദിസുകൾ ചർച്ച ചെയ്യണം, അങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിൽ. അപ്പൊ അവിടെ ഈ ഒരു പോസ്റ്റ് കാനിക്കൽ പീരീഡിൽ ഹദീസിന്റെ സിഹത്ത് എന്നല്ല, സനദിന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒതന്റിസിറ്റിനെ തീരുമാനിച്ചിരുന്നത് എന്താണ്, ഇയാൾ പ്രോപ്പർ ആയിട്ട് ഈ ഷെയ്ഖിൽ നിന്നിട്ട് കേട്ടിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന സമാഅത്തുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അവിടെയാണ് എന്താവുന്നത്, അതുവരെ ഈ ഓറൽ ഹദീസ് ട്രാൻസ്മിഷന്റെ വ്യത്യസ്ത രീതികൾ, ഓറലി ഹദീസ് ട്രാൻസ്മിറ്റ് ചെയ്യാന്നുള്ളതിന്റെ മൊത്തം 3 രീതിയാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഒന്നെന്താവുക, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും, ഒരു കളക്ടർ ഉണ്ടാവും, റാവി ഉണ്ടാവും, നാക്കിൽ ഉണ്ടാവും. റാവി ഡയറക്റ്റ് വന്നിട്ട് ഹദീസ് ഉറക്കെ വായിച്ചു കൊടുക്കും, നാക്കിൽ അത് കേൾക്കും. രണ്ടാമത്തെ രീതി, നാക്കിൽ എന്താവും, ഷെയ്ഖ് അല്ലെങ്കിൽ അങ്ങനെ തിൽമീദ് അങ്ങനെ പറയാം. അതെന്താ അവിടെ ഷെയ്ഖ് തിൽമീദ് ടേം ഉപയോഗിക്കാതിരിക്കും ഒരു കാരണമുണ്ട്, അത് ലാസ്റ്റ് പറയാം. അപ്പോ അത് പറയാനോട് പ്രശ്നം ഉണ്ടായിട്ടല്ല. പിന്നെ ഷെയ്ഖ് അല്ല, ഈ നാക്കിൽ എന്താവും, റാവിക്ക് ഹദീസ് വായിച്ചു കൊടുക്കും, അയാളത് അപ്രൂവ് ചെയ്യും. ഇതിനൊക്കെ അനുസരിച്ചാണ് ഈ അദായിന്റെ സീഗകൾ മാറുന്നത്. ഹദ്ദസന, അഖ്ബർന, ഖബ്ബർന, ഇതൊക്കെ മാറുന്നത്. പിന്നെ മൂന്നാമത്തേതാണ് എന്ത്, ഒരാൾ മാത്രമേ ഉണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ ഒരാൾ അവിടുന്ന് വായിച്ചു കൊടുക്കുന്നുണ്ടാവും, ഷെയ്ഖ് ഇവിടെ ഇരിക്കുന്നുണ്ടാവും, പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടാവും. 3 വ്യത്യാസം മനസ്സിലായല്ലോ. ഇതാണ് പിൽക്കാലത്ത് ഭയങ്കര കോമൺ ആയിട്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഈജിപ്ത് പോയിരുന്നു. അപ്പോ ആ ഒരു ടൈമിൽ ആ ടൈമിൽ എന്തായി, 2 ഹദീസിന്റെ ജൽസകളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിരുന്നു. അപ്പൊ അവിടേക്ക് എല്ലായിടത്തും നടക്കുന്ന സംഭവം അങ്ങനെയാണ്. ഒരു മുന്നിലിരിക്കുന്ന ഒരു കുട്ടി വായിക്കും, നമ്മളിങ്ങനെ കേൾക്കുക, നമുക്ക് സനത് ഓനക്ക് കിട്ടും, സനത് നമുക്കും കിട്ടും സനത്. അപ്പോ ഈ ഒരു ടൈമില് ഓഡിഷൻ നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഈ സമാഅത്തുകൾ ഉണ്ടാവും. ഈ സമാഅത്തില്
ആരൊക്കെയാണ് ഈ ഹദീസ് കേട്ടത്, ഈ ഹദീസോട് വായിക്കുമ്പോൾ കേട്ടത്, ഇവരൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ ചിലപ്പോ തീരെ ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും, അക്ഷരാഭ്യാസം തീരെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, കുട്ടികളുടെ പേരുണ്ടാവും, പിന്നെ അറബി തന്നെ അറിയാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതൊന്നും എന്തല്ല, ഇതൊരു കൺസേൺ ആയിട്ട് മാറുന്നില്ലേ. ഇനി ഇത് അറിയാത്ത ഒരാളോട് ഇയാളുടെ പേരുണ്ടായി ഉദാഹരണങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം, ആ ഒരു ഈ ചിൽഡ്രൻസിന്റെയും പിന്നെ അറബി അറിയാത്ത ആൾക്കാരെയും കുറിച്ച്. അപ്പൊ ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഈ സമാഅത്തിന്റെ സ്ട്രക്ചർ പറഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് ഫർദർ ഹയർ സ്റ്റഡീസിൽ നിങ്ങൾക്ക് ഹദീസ് ഫീൽഡിന് താല്പര്യം ഉണ്ടെങ്കിൽ ഒരുപാട് സാധ്യതകൾ ഇപ്പോൾ ഉണ്ട്. അതിന് പറ്റിയ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിന് സമാഅത്ത്, ഒരുപാട് സമാഅത്ത് അവൈലബിൾ ആണ്, ഒരുപാട് പ്രിന്റഡ് ആയിട്ട് ഒരുപാട് മാനസ്ക്രിപ്റ്റ് ഫോമിലുണ്ട്, പലയിടത്തും തപ്പിയാൽ കിട്ടും. അപ്പോ ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഇതിൽ ആദ്യം ഈ ഹദീസുകൾ ആരൊക്കെ കേട്ടത്, അല്ല ആദ്യം എന്തുണ്ടാവും, ഈ ഹദീസ് ആരാ ട്രാൻസ്മിറ്റ് ചെയ്തത്, ആ ഹദീസ് ആരാ കേട്ടത്, ഏത് ടൈമിലാണ് അതിന്റെ ഡേറ്റ് ഉണ്ടാവും, എവിടെ വെച്ചാണ് നടന്നത്, പിന്നെ ഈ ഒരു സ്കോളർ അല്ലെങ്കിൽ ഈ ട്രാൻസ്മിറ്ററെ ഐഡന്റിഫിക്കേഷൻ, ഇത് ആരാണ് ഈ സമാഅത്ത് കൊടുക്കുന്നത്, ഇതിന്റെ ഓതറൈസ് ചെയ്യുന്ന, അതിന്റെ ശൈലി സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതിൽ ഓരോന്നിലും നമുക്ക് വ്യത്യസ്ത വിഷയങ്ങളാണ്. ഇപ്പൊ ഇയാളുടെ ഐഡന്റിറ്റി, അത് പെണ്ണാവും ചിലപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താവാം ഈ ഡേറ്റ്. ഇപ്പൊ ഡേറ്റ് വെച്ചിട്ട് ഇപ്പൊ കോൺറാഡ് ഹ്രിസ്ലർ എന്ന് പറഞ്ഞിട്ടൊരു സ്കോളർ ഉണ്ട്, ജർമ്മനാണ് ആള്. അപ്പൊ മൂപ്പര് പറയുന്നത് മൊത്തത്തിൽ ഈ സനദകളെ കുറിച്ചോ അല്ലെങ്കിൽ മിഡീവൽ ബുക്ക് കൾച്ചറിന് മൊത്തത്തിൽ മാനുസ്ക്രിപ്റ്റ് കൾച്ചറിനെ കുറിച്ച് മൊത്തത്തിൽ പഠിച്ചൊരു സ്കോളറാണ്. അപ്പൊ മൂപ്പര് പറയുന്നത് ഈ സമാഅത്തുകൾ നോക്കിയിട്ട് നമുക്ക് എന്താവാ, ഏത് ആഴ്ചയിൽ ഏത് ദിവസമായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഇതിനിങ്ങനെ അനലൈസ് ചെയ്യുക, വെള്ളിയാഴ്ചയാണ് അല്ലെങ്കിൽ വല്ല ഫെസ്റ്റിവൽ ഡേക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത്, ഇത് ചെയ്യുക. പിന്നെ ഇതേപോലെ ലൊക്കേഷൻ, എവിടെയാണ് ഇത് നടന്നത്. അപ്പൊ ഇന്ന ആള് അല്ലെങ്കിൽ ഒരു വളരെ എലീറ്റ് ആയിട്ടുള്ള ഒരാൾ ക്ലാസ് എടുക്കുമ്പോൾ അയാൾ പള്ളിയിലാണ്, അല്ലെങ്കിൽ അയാൾ കൊട്ടാരത്തിലാണ്, അല്ലെങ്കിൽ അയാൾ ഗാർഡനിലാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇതാക്കുമ്പോൾ ഒന്നുകൂടി ഡൊമസ്റ്റിക് സ്പേസിലാണ് അവർ ക്ലാസ് എടുക്കുന്നത് എന്ന രീതിയിൽ പല രീതിയിൽ നമുക്ക് ഇതിനെ അനലൈസ് ചെയ്തിട്ട് കുറെ തിയറി ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഇതുണ്ട്. പിന്നെ ഇതിൽ കുറെ സിമ്പിൾ, ഇതിനൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കൊക്കെ ഏതൊക്കെ ക്ലാസ് മിസ്സായി, അതിനൊക്കെ ഓരോ എന്ന് പറഞ്ഞാല് ഇന്ന ക്ലാസ് ഇന്ന സെഷൻ ഇതായി, ഇനി ആരൊക്കെ ഏതൊക്കെ ക്ലാസ്സിൽ ഉറങ്ങി, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇതിന്റെ ഉള്ളിൽ അല്ലെ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തത്, പിന്നെ അങ്ങനെ ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. മാത്രല്ല ഇതിലുള്ള വേറൊരു പ്രശ്നമല്ല, ഇതിലുള്ള വേറൊരു സംഗതി എന്താ വെച്ചാല്, ഒരാള് നമ്മൾ സ്റ്റുഡൻസിന് അല്ലെ കുട്ടികളായിരിക്കും ഹദീസ് കേൾക്കുന്ന സംഭവത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ ഒരാള് ഹദീസ് കേൾക്കുന്ന സമയവും പിന്നീട് ഇയാൾ ഹദീസ് ട്രാൻസ്മിറ്റ് സമയവും, ഈ ഒഡീഷന്റെ ടൈമും പിന്നെ ട്രാൻസ്മിഷന്റെ ടൈമും തമ്മിൽ ഭയങ്കര ഗ്യാപ്പ് വരുന്നുണ്ട്. ഇത് വേണോ, ഗ്യാപ്പ് അല്ല ബ്രേക്ക് വേണോ, ഉണ്ടല്ലോ, കണ്ടിന്യൂ ചെയ്യാലോ അല്ലെ. അപ്പൊ ഭയങ്കര ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ ഗ്യാപ്പ് വരാനുള്ള ഒരു കാരണം എന്താ വെച്ചാല്, അധികവും ഈ നമ്മള് തിരിച്ച് സനദ് ആലിയിലേക്ക് തന്നെ ചർച്ച പോവുക. സനദ് ആലി ആകുമ്പോ എന്താവണം, ഒരാൾ ഏറ്റവും ചെറുപ്പത്തിൽ ഒരു ഹദീസ് കേട്ടു, പിന്നെ അയാൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അയാൾ ഒരുപാട് കാലം ജീവിച്ചു, 80-90 വയസ്സ് ജീവിച്ചാൽ എന്തായി, അയാൾ അപ്പ ഹദീസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോ ഭയങ്കര ആലിയായിരിക്കും. കാരണം അത് വളരെ ക്ലിയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ചെറുപ്പത്തിൽ കേൾക്കുന്നുണ്ട്, അത്രയും കാലം അയാൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ഒരാൾ 30 വർഷം ജീവിച്ചു, ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തു, വേറൊരാൾ 30 വർഷം ജീവിച്ചു. ഈ 30 വർഷം ജീവിച്ച ഒരാളിൽ നിന്ന് അടുത്ത 30 വർഷം ജീവിച്ച ആൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 2 ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഗ്യാപ്പ് ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കുറെ സാധാരണക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു, ഇവരൊക്കെ ആൾക്കാർ തേടി പോവുക, അല്ലെങ്കിൽ മുഹദ്ദിസീങ്ങൾ അവരെ അന്വേഷിച്ചു പോകുന്നപ്പോഴേ അവർക്ക് 70 വയസ്സാകുമ്പോഴും ഒരു പേരിങ്ങനെ കാണും. അപ്പൊ ഇങ്ങനത്തെ ഒരാളുണ്ടല്ലോ, ഇയാൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, എന്നിട്ട് അയാളെ അന്വേഷിച്ചു പോകും. അപ്പോഴാണ് ഇത് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ഓഡിഷന്റെയും ട്രാൻസ്മിഷന്റെയും ഇടയിൽ ഭയങ്കര ഗ്യാപ്പ് വരുന്നുണ്ട്. അതൊന്ന് അതിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങി വരും. പിന്നെ ഇതിലുണ്ടായിരുന്ന ഈ ഓറൽ ട്രാൻസ്മിഷന്റെ വേറൊരു ഇതായിരുന്നു, സ്പീഡായിട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വായിക്കും എന്ന് പറഞ്ഞാൽ. അപ്പോ ഇവിടെ അല്ല ക്ലാസ്സില്, അപ്പോ ഇതൊരു അത്രയും ബ്രില്യന്റ് ആണ്. അപ്പൊ ഇവരെ കുറിച്ച് പ്രത്യേകം പരാമർശങ്ങൾ തന്നെ. അപ്പൊ ദാറുഖുത്നി ഇമാമിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ഓഡിഷനിൽ രേഖപ്പെടുത്തൂല കാരണം നിങ്ങൾ ശരിക്കും കേട്ടിട്ടില്ല. അപ്പൊ ദാറുഖുത്നി ഇമാം തിരിച്ചു ചോദിക്കുന്നുണ്ട്, മൊത്തം ഈ ഒരു മജ്‌ലിസിൽ എത്ര ഹദീസ് വായിച്ചു കഴിഞ്ഞു? അപ്പൊ മൂപ്പർക്ക് മറുപടി പറയാൻ കഴിയണില്ല. ദാറുഖുത്നി ഇമാം അതൊക്കെ മൂപ്പര മൈൻഡിലുണ്ട്. അപ്പോ ശരിക്കും ദാറുഖുത്നി ഇമാമിന്റെ ഈ ഒരു റൂളല്ല, ഒരു എക്സെപ്ഷൻ ആയിരുന്നു. എന്ന് പറഞ്ഞാല് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ചർച്ചയല്ല, പക്ഷെ ഇങ്ങനെ
എക്സ്ട്രാ ബ്രില്യൻസ് ഉള്ള ആൾക്കാരെ കുറിച്ച് നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലേക്ക് ഹദീസ് ട്രാൻസ്മിഷൻ പിന്നീട് മാറലുണ്ട്. പിന്നെ ഇതിലുള്ള ഒന്നാണ് ഉറങ്ങും. സ്റ്റുഡൻസ് ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ അതിന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾസ്, അതിന് പ്രത്യേക റംസുകൾ ഉണ്ട്. അല്ലെങ്കിൽ ഉസ്താദ് ചിലപ്പോൾ ഉറങ്ങും. ഇപ്പൊ മിസ്സിമാമിനെ കുറിച്ച് പറയാറുണ്ട്, മൂപ്പര് ഹദീസ് ഇങ്ങോട്ട് വായിച്ചു കൊടുക്കുമ്പോൾ അതിന് മാത്രം ഉണ്ടാവും, കുറെ ലോങ് ഇതായിരിക്കും, മൂപ്പര് ഇറങ്ങും. പക്ഷെ അത് നമ്മളവിടെ പറയുന്നുണ്ടാവും മറ്റേ ഷർത്തുകൾ എന്ത് മാറി, നമ്മള് പിൽക്കാലത്തേക്ക് വരുമ്പോൾ പോസ്റ്റ് കാനലിക്കൽ പീരീഡിലേക്ക് വരുമ്പോൾ ഷർത്തുകൾ മൊത്തം മാറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വബുത്തും സുഹത്തും ഇതൊക്കെ മാറിയിട്ട് എന്തായാൽ മതി, മുസ്ലിമായി ആക്കില ബാലികാവ് എന്നുള്ള ഷർത്ത് ബാലിക ആണോ എന്നുള്ളത് പിന്നെ അത് വേറെ ചർച്ചയാണ്. അപ്പൊ അവിടെ എന്താ വരുന്നത്, ഇയാളെ ബുദ്ധി നീങ്ങരുത് എന്നുള്ള രീതിയിൽ, അപ്പോ ബോധം കെട്ട് ഉറങ്ങരുത് എന്നുള്ള, ചെറിയ ഉറങ്ങുന്നതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ മിസ്സിമാമ് ഉറങ്ങുമായിരുന്നു, പക്ഷെ മൂപ്പര അത്രമാത്രം ഹദീസ് കേട്ടോണ്ട് ഉറക്കത്തിൽ പോലുമാണെങ്കിലും തെറ്റ് വായിച്ചാൽ തിരുത്താനുള്ള ശേഷി മൂപ്പർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഏതൊരു ഇമാം ഉറങ്ങുന്ന സമയത്ത് ഇമാമിന്റെ വായിലേക്ക് കുട്ടികൾ എന്തിടാവും, ചുയിങ്കം അല്ലെങ്കിൽ ഒരു മുട്ടായിട്ട് എടുക്കും. അപ്പൊ അത് കടിച്ചിട്ട് ആ ഇമാമിന്റെ ഉറക്കം പോകുമായിരുന്നു എന്നുള്ള രീതിയിൽ കുറെ സാധനങ്ങൾ.